അവാർഡിന് അർഹരാകുന്നു എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പ്രത്യേക പരാമർശം നേടിയ നടി ദർശന ഇങ്ങനത്തെ അക്നോളജ്മെന്റ് കിട്ടുന്നത് ഐ എം റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഏറ്റവും ഐഡിയൽ സെറ്റിംഗിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ബെസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഞാൻ അതിന് മീൻസ് ഈ പടം ഓണായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. റോഷനും രാജീവേട്ടനും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് മെമ്പറായിട്ടാണ് ഞാൻ കയറുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ബിക്കോസ് ഭയങ്കര എപ്പോഴും ഫോർ ലൈഫ് ഓർക്കുന്ന ഒരു പ്രോജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കും. ഇല്ല, ഞാൻ ആക്ച്വലി ഇന്നലെയാണ് 2024 പടമാണെന്ന് ഇപ്പോൾ തിയേറ്റേഴ്സിൽ 24 പടം, പക്ഷെ 23-ലാണ് പാരഡൈസ് റിലീസ് ചെയ്തത്. ഞങ്ങൾക്ക് ബുസാൻ പ്രീമിയർ ഉണ്ടായിരുന്നത് 23-ലായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തതും ആ കൊല്ലമായിരുന്നു. സോ ഐ ഹാഡ് ഫൊഗോട്ടൻ ദാറ്റ് ഇത് ഈ കൊല്ലത്തെ കണ്ടൻഷനിലുണ്ടെന്ന്. ബട്ട് ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ ആഴ്സ് ആയിട്ട് കോൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോ ഇല്ല, പ്രതീക്ഷിച്ചില്ല ഒട്ടും. രാജീവേട്ടനും റോഷനും ആണ്. ഐ തിങ്ക് ഇതിന് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ടർ, ഫീമെയിൽ ആക്ടർ ആയിരിക്കും. ആൻഡ് റോഷനാണ് മെയിൻ ലീഡായിട്ട് ഉണ്ടായിരുന്നത്. കഥയിൽ അങ്ങനെയായിരുന്നു. പിന്നെ അത് റീവർക്ക് ചെയ്ത് അറ്റ് വൺ പോയിന്റ് റീകൺസിഡർ ചെയ്യാൻ, അതൊരു രണ്ടുപേരും മലയാളികളാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അപ്പോഴാണ് ഐ തിങ്ക് രാജീവേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് പ്രശ്ന സർ വിളിക്കുന്നതും കഥ കേൾക്കുന്നതും ഒക്കെ. ആൻഡ് ഓൾറെഡി എന്താ പറയാ, രാജീവേട്ടനും പ്രശ്ന സാറും ഒക്കെ ചെയ്യുന്ന എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഐ ബി വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം കഥ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ, ഒരു ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ചാലഞ്ചിങ് ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതെ. ആൻഡ് ഐ തിങ്ക് ലാംഗ്വേജ് വൈസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസ് ആണ്. ഒരു സ്പെസിഫിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മലയാളം മാത്രമല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, കുറെ ഭാഷകളുണ്ട്. സിനലീസ് ഉണ്ട്, തമിഴുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ നീഡ് അനുസരിച്ചിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ ഫിലിമിലും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു പ്ലേയിലാണ് അങ്ങനെ ഇംഗ്ലീഷ് മലയാളം പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊരു പടത്തിൽ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ക്രൈറ്റീരിയ പണ്ടും എപ്പോഴും ഇന്നും ഇനി ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ ദർശന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും നവാഗതരായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേർ പുരസ്കാരത്തിന് ഇത്തവണ അർഹരായിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു മികച്ച പ്രോത്സാഹനം സിനിമയിലേക്ക് പുതുതായി വരുന്നവർക്ക് നൽകുന്നതാണ്. കൂടുതൽ പരീക്ഷണങ്ങൾക്കും ഒക്കെ വേദി ഒരുക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ്. എന്തായാലും പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുരസ്കാരം ലഭിക്കാത്തവർ ഈ സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കട്ടെ. പ്രേക്ഷകരായി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.